ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ടാർ റോഡ് ഫ്രണ്ടേജിൽ 15 സെൻറ്റ് സ്ഥലത്ത് 2800 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള നല്ല അടിപൊളി ഒരു വീടാണ്. പൂന്തോട്ടമൊക്കെ ഉള്ള നല്ല സൂപ്പർ ഒരു വീടാണ്. അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുക. ഇതൊരു റിക്വസ്റ്റാണ് കേട്ടോ. പിന്നെ ഏറ്റവും വലിയ ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ വേറൊരു വീട് ഫ്രീ ആയിട്ട് തരും. ഇതിൻ്റെ പുറകിൽ തന്നെ നല്ല അടിപൊളി വീടുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, കാരണം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഈ വീഡിയോ തന്നെ പറയണ്ട. അപ്പോൾ നിങ്ങൾ ഫുൾ ഡീറ്റെയിൽ കേട്ടതിന് ശേഷം മാത്രം വിളിക്കുക. അപ്പോൾ നമ്പറൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കാം. കണ്ട അത്യാവശ്യം നല്ല സ്പേസാണ് ഫ്രണ്ടിൽ തന്നെ ഉള്ളത്. കാർ പോർച്ച് ഉണ്ട്, വേണ്ട ഇഷ്ടംപോലെ ചെടിയും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓണർ US സെറ്റിൽഡാണ്. അപ്പോൾ അത് കാരണമാണ് ഈ വീട് കൊടുക്കണത്. കാരണം ഇത് നോക്കാനൊന്നും ആളില്ലാത്തതുകൊണ്ടേ നല്ല അടിപൊളി വീടെന്ന് വെച്ചാൽ അടിപൊളി വീടാണ്. നല്ല സെറ്റപ്പ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലായി, ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ വീടിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മാവും പ്ലാവും എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. അതായത് എന്താ പറയണം, ഇല്ലാത്തതായിട്ടൊന്നുമില്ലെന്ന് തന്നെ പറയാം. കാരണം നിങ്ങളിവിടെ വന്ന് നേരിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ അകത്ത് എന്തൊക്കെ സെറ്റപ്പ് ഉണ്ടെന്ന്. അത്രയും അടിപൊളി വീടാണ്. സൈഡിൽ വെറ്റില വരെയുണ്ട്. ഇനി ആർക്കെങ്കിലും ദക്ഷിണ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വെറ്റില വരെയുണ്ട്. ഇഷ്ടംപോലെ ചെടിയും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വേണ്ടത് ഇതാണ് ഈ ബാക്കി കാണുന്ന വീട്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം. ഈ വീടിൻ്റെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി ഞാൻ കാണിച്ചു തരാം. കണ്ട കായ്ച്ച് നിൽക്കുന്ന തെങ്ങ്, മാവ്, എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ. പ്ലാവ് കാണാം, ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടായി കിടപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു സ്റ്റോർ റൂം വീടിൻ്റെ പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ, നമുക്ക് എന്തെങ്കിലും കൃഷി ചെയ്യുന്ന സാധനങ്ങൾ, അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉള്ള ഒരു സ്റ്റോർ റൂമുണ്ട്. കണ്ട നമുക്കിവിടെ വേസ്റ്റൊക്കെ ഇട്ട് കത്തിക്കാൻ വേണ്ടി ഒരു സ്പേസ് ഗ്രില്ലൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 വാഴ നിൽപ്പുണ്ട്. കേട്ടോ, വാഴ കൊല കണ്ട. ഇത് നിങ്ങളിപ്പോൾ വാങ്ങിക്കണമെങ്കിൽ ഈ കൊല നിങ്ങൾക്ക് വെട്ടാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വെട്ടാൻ പറ്റില്ല കേട്ടോ. കാരണം ഇതിൻ്റെ ആൾക്കാർ തന്നെ വെട്ടിയെടുക്കണ്ട. ചക്ക കണ്ട കണ്ട, വേരിൽ വരെയും ചക്ക കഴിച്ചിട്ടുണ്ട്. അടിപൊളി ചക്കയാണ്. ഇതിൻ്റെ വീടിൻ്റെ മുകളിൽ കയറിയിട്ട് ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിലൊക്കെ കാണിച്ചു തരാം കേട്ടോ. കണ്ട മാവ് കണ്ട. കാരണം ഇത് അതേ കൂട്ടത്തൊരു സെറ്റപ്പിലുള്ളൊരു വീടാണ്. ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിച്ചു പോകും ഇത്രയും സെറ്റപ്പിലുള്ളൊരു വീട് ഇവിടെ ഉണ്ടാവുമെന്ന് തന്നെ. കണ്ട കാർ പോർച്ച്, വലിയൊരു കാർ പോർച്ച് ഉണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്ത് കയറി അകത്തെ കാഴ്ചകളൊക്കെ ഒന്നാണ്. കണ്ട അത്യാവശ്യം നല്ല ന്യൂ മോഡലായിട്ട് സെറ്റ് ചെയ്തേക്കണ ഒരു സിറ്റ് ഔട്ട്. ഇതിൻ്റെ കംപ്ലീറ്റ് വുഡും തേക്കാണ്ട, കംപ്ലീറ്റ് തേക്കില്ല. അതുപോലെ തന്നെ ഈ വീട് പണിതേക്കണം കോളം വാർത്താണ് പണിതേക്കണം. അതായത് എത്ര നില വേണമെങ്കിലും മുകളിലോട്ട് അതിൻ്റെ സ്ട്രെച്ചർ വർക്ക് കംപ്ലീറ്റ് കോളം വാർത്തേക്കണം. മുകളിലും അതേ കൂട്ടി തന്നെ പില്ലർ അടിച്ച് കയറിയേക്കണേ കംപ്ലീറ്റ്. അതുകൊണ്ട് ഇനി ഒരു 50 വർഷം കഴിഞ്ഞാൽ ഈ വീട് അനങ്ങൂല. അങ്ങനെ അതിൻ്റെ ഈ ഫർണിച്ചറെല്ലാം അടക്കമുണ്ട, ഫുൾ ഫർണിച്ചറെല്ലാം അടക്കമാണ് ഈ വീടിൻ്റെ വിൽപ്പന. കംപ്ലീറ്റ് വുഡും തേക്കാണ്. എല്ലാം നല്ല സെറ്റപ്പാണ്. ഡൈനിങ് ഹാളിൻ്റെയൊക്കെ ഒരു വലിപ്പം കണ്ടോ. ഡൈനിങ് ഹാളും നിങ്ങളുടെ ലിവിങ് ഏരിയയൊക്കെ കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇവിടെ നിങ്ങളുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ നേരെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള, നമ്മൾ ഇന്നലെ ചെയ്തായിരുന്നു ഒരു പുതിയ വീട്. 15 സെൻറ്റ് സ്ഥലത്ത് ഒരു പുതിയ വീട് നമ്മൾ ഇന്നലെ ചെയ്തായിരുന്നു. അതും 2000 സ്ക്വയർ ഫീറ്റ് 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള ഒരു പുതിയ വീടായിരുന്നു. അത് ഒരു ലോ ബഡ്ജറ്റ് വീടായിരുന്നു കേട്ടോ. ഇതതുപോലെയല്ല, ഇത്തിരി വിലയുള്ള വീടാണിത്. കാരണം ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളമാണ്. എറണാകുളത്ത് വെണ്ണലയാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അതായത് എറണാകുളം ടൗണിൽ ആണ് ഈ വീട് സ്ഥിതി ചെയ്യണം. എറണാകുളം ടൗണിൽ 15 സെൻറ്റ് സ്ഥലം ഒരു വീടൊക്കെ ഇപ്പോൾ കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഒരു സെറ്റപ്പ് വേണ്ട. ആ ഒരു ബെഡ്റൂം, അതിൻ്റെ ബാത്റൂം എല്ലാം AC വേണ്ട. ഇതിൻ്റെ ഓണർ US സെറ്റിൽഡാണ്. ഇത് ഈ കാണുന്ന ഈ വുഡിൻ്റെ ഇതെല്ലാം തേക്കാണ്. അപ്പോൾ എല്ലാം നല്ല ഗ്രാൻഡാണ്. ഇത് ഇവിടെ റൂമുണ്ട്. ഇതൊരു ഗസ്റ്റ് റൂമായിട്ട് ഉപയോഗിക്കണം. ഇതിന് മാത്രം അറ്റാച്ച്ഡ് ബെഡ്റൂം ഇല്ല കേട്ടോ. ഇതിന് കോമൺ ബെഡ്റൂമാണുള്ളത്. ഇനി എന്തിട്ടാണ് നമുക്ക് കാണാമല്ലോ. ഇനി കിച്ചൺ കാണണം. നമുക്കപ്പോൾ പോയിട്ട് കിച്ചൺ കാണാം. കണ്ട ഇവിടെ ഒരു ചെറിയൊരു ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ഉണ്ട്. കിച്ചണിൽ നിന്ന് വന്നിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ളൊരു സെറ്റപ്പിൽ കണ്ട്. ഇതാണ് ഇതിൻ്റെ കിച്ചൺ. കണ്ട കിച്ചൺ കബോർഡ് കാര്യങ്ങളെല്ലാനും തേക്കാണ്. കണ്ട അതിൻ്റെ കബോർഡ് കാര്യങ്ങൾ, സ്റ്റോറേജ് സ്പേസ് എല്ലാനും വുഡിലാണ് ഫിനിഷ് ചെയ്തേക്കണം. കണ്ട അതിൻ്റെ കുക്കിംഗ് റേഞ്ച് കാര്യങ്ങൾ എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ. കണ്ട അത്യാവശ്യം നല്ല സൗകര്യമാണ്. ഇതിവിടെ സ്റ്റോറേജ് സ്പേസ് അത് കൊടുത്തിട്ടുണ്ട് കിച്ചൻ്റെ അത്. അങ്ങനെ എല്ലാ സൗകര്യമുള്ളൊരു വീടാണ്. എറണാകുളത്ത്
നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു വീട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇത് വാങ്ങിച്ചോ. കാരണം ഇതേ കൂട്ട് 10-15 സെൻറ്റ് സ്ഥലത്ത് എറണാകുളത്ത് MG റോഡിലൊന്നും വീട് കിട്ടാനില്ല. MG റോഡല്ല, ഈ വെണ്ണല ഭാഗത്തൊക്കെ ഇതേ കൂട്ട് സെറ്റപ്പിൽ വീടൊന്നും നമുക്ക് കിട്ടാനില്ല. കംപ്ലീറ്റ് വൈറ്റ് മാർബിളാണ് ഈ വീട് ഫിനിഷ് ചെയ്തേക്കണം. വീട് ഈ ഫില്ലറും കോളമൊക്കെ വാർത്ത് കയറിയേക്കണാറുണ്ടല്ലോ, അതായത് എത്ര കൊല്ലം കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. ഫ്ലാറ്റ് പണിയിനോട്ടാണ് പണിതിട്ടേക്കണത്. അത്രയും സെറ്റപ്പിലാണ്. പ്ലാവ് ഇതിൻ്റെ മുകളിലത് ഒരു ബാൽക്കണിയാണ്. ഞാൻ ഈ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതിന് മുമ്പ് തന്നെ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നത്. കാരണം അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീടാണിത്. ഇനി ഇതിൻ്റെ മുകളിലത്തെ നിലയിലെ റൂമും ഇതും ബാൽക്കണിയെല്ലാം ഞാൻ കാണിച്ചു തരാം. അടുത്തുള്ള വീടുകളൊക്കെ ഉണ്ട്, എല്ലാവരും നല്ല ഗ്രാൻഡ് വീടുകളാണുള്ളത്. ഇനി നിങ്ങളിത് സ്കിപ്പ് ചെയ്യാണ്ട് കാണൂടെ, കാരണം അപ്പുറത്തെ അടുത്ത വീടൊക്കെ കാണാനുള്ളതാണ്. ഇതിന് ഫ്രീ ആയിട്ടുള്ള വീടൊക്കെ ഉണ്ട്. മൊത്തം CCTV ആണ്, ക്യാമറ ഇരിക്കണണ്ട. വീട് മൊത്തം CCTV സെറ്റ് ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ പക്കയാണതേ. ഇതിൻ്റെ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ബെഡ്റൂമാണ്. അതുകൊണ്ട് ഇതിനും ഇഷ്ടംപോലെ കബോർഡ് കാര്യങ്ങൾ, സ്റ്റോറേജ് സ്പേസ് എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫർണിച്ചർ ഉണ്ടാവും, അടിപൊളി ഫർണിച്ചറൊക്കെ ഇരിക്കണം, കബോർഡും കാര്യങ്ങളൊക്കെ. ഇതെല്ലാം അടക്കണം. ഇതൊക്കെ ഉണ്ടാവും, എല്ലാം തേക്കാണ്ട, എല്ലാം നല്ല സെറ്റപ്പാണ്. ഇതെല്ലാം അടക്കമാണ് വിൽപ്പന, എല്ലാം അടക്കമാണ് ഇതിന് വില പറഞ്ഞാൽ. ഇതിന് പറയണ വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ 3.5 കോടി രൂപയാണ്. 3.5 കോടി രൂപയെന്ന് പറഞ്ഞാൽ നെഗോഷ്യബിളാണ്. അപ്പോൾ ഇതിൻ്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ ഡോളറിലൊക്കെ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റിക്കുകയാണെങ്കിൽ, അവിടെ കൊടുക്കാൻ പറ്റിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. അപ്പോൾ അതനുസരിച്ചുള്ള എന്തെങ്കിലുമൊക്കെ പുള്ളി ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വെളിയിലുള്ള ആരെങ്കിലും ഇത് വാങ്ങിക്കണമെങ്കിൽ അവർക്ക് അപ്പോൾ ഇത്തിരി കൊണ്ട് എളുപ്പമായിരിക്കുള്ളൂ. കാരണം എല്ലായിടത്തും AC കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അടുത്ത ബെഡ്റൂം. അങ്ങനെ ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ, നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ബെഡ്റൂമിലും കബോർഡ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാം AC ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ വന്ന് ഇതൊന്ന് ഇതിൻ്റെ അകത്ത് കയറി ഒന്ന് നിങ്ങളുടെ രീതിക്ക് ഒന്ന് സെറ്റ് ചെയ്യുക, കയറി താമസിക്കുക. ഡ്രസ്സിങ് ടേബിൾ അത് സെറ്റ് ചെയ്യാറുണ്ട്. ഇത് കണ്ടോ, വലിയൊരു ബാത്റൂമൊക്കെ നല്ല ന്യൂ മോഡൽ തന്നെയാണ്, എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത്രയും ഇതൊക്കെ മുടക്കി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങളുടേതായ രീതിക്ക് എന്തെങ്കിലും ഒരു മാറ്റമൊക്കെ വരുത്തുക. അതൊക്കെ നിങ്ങളൊരു ഇഷ്ടം, നിങ്ങളുടെ സെറ്റപ്പിലെല്ലാനും അതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. കണ്ട ബാൽക്കണിയിൽ കണ്ട ഇരുന്നാടാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. കണ്ട അടുത്ത പോലത്തൊക്കെ ഇഷ്ടം പോലെ, ചുറ്റുപാടൊക്കെ ഇഷ്ടം പോലെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഫെസിലിറ്റി ഉള്ളൊരു വീടാണ്. അപ്പോൾ എറണാകുളത്ത് ടൗണിനടുത്ത് സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ആഗ്രഹമുള്ളവർ നേരെ ഇങ്ങോട്ട് പോരാ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീട് പോയി കാണാനുണ്ട്. ഇത് നിങ്ങളുടെ വർക്ക് ഏരിയയാണ്. നിങ്ങളുടെ കിച്ചൺ കഴിഞ്ഞിട്ടുള്ള ഒരു സെക്കൻഡ് കിച്ചൺ ഇവിടെ ഉണ്ട്. മുകളിൽ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെന്നിട്ട് അപ്പുറത്തെ വീട് കാണാം. അടുത്ത വീട്. ഈ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജോലിക്കാരൊക്കെ താമസിച്ചിരുന്നത് ചെയ്യണത്. ഇതും ടൈലൊക്കെ ഇട്ട് നല്ല സെറ്റപ്പാണ്. ഇതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ തേക്ക് തന്നെയുണ്ട. ഈ വീടിനാണെങ്കിൽ 2 ബെഡ്റൂമാണുള്ളത്. ഇതിനൊരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു കോമൺ ബാത്റൂം. ഈ വീടിനൊരു കോമൺ ബാത്റൂം മാത്രമേ ഉള്ളൂ. 2 ബെഡ്റൂം ഉണ്ട് ഇതിന്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അടുത്ത ബെഡ്റൂമിൻ്റെയും കണ്ടോ, ഇത് നിങ്ങളുടെ 2ാമത്തെ ബെഡ്റൂം. അപ്പോൾ ലിവിങ് ഏരിയ നിങ്ങൾ കണ്ട്. ഇപ്പോൾ 2 ബെഡ്റൂം ഉണ്ട്. ഇനി നിങ്ങൾക്കൊരു ഡൈനിങ് ഹാളുണ്ട് ഇതിൻ്റെ അകത്ത്. കണ്ടത് ഇതൊരു ഡൈനിങ് ഹാളാണ്. ഈ ഡൈനിങ് ഹാളിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇതിൻ്റെ കിച്ചണും സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചണാണ് ഈ വീടിനുള്ളത്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.